കേന്ദ്ര അവഗണനയ്ക്കെതിരായ കേരളത്തിന്റെ സമരം നാളെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ദില്ലിയിലെ ജന്തർ മന്ദിറിലാണ് പ്രതിഷേധം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയെല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ സമരത്തിനാകും ദില്ലി സാക്ഷ്യം വഹിക്കുക. കേരളത്തിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസന പുരോഗതി തകർക്കാനുള്ള കേന്ദ്രത്തിന്റെ ലക്ഷ്യം കേരളം പലതവണ ചോദ്യം ചെയ്തു. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പോഴും കേന്ദ്രം പൊള്ളയായ അവകാശവാദങ്ങളാണ് ഉയർത്തുന്നത്. ഇതിന് പിന്നാലെയാണ് BJP ഇതര സംസ്ഥാനങ്ങൾക്കെതിരെയുള്ള കേന്ദ്രത്തിന്റെ നയം ചോദ്യം ചെയ്ത് കേരളം പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നത്. നാളെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും LDF MPമാരും മാർച്ച് നടത്തിയാവും പ്രതിഷേധവേദിയായ ദില്ലി ജന്തർ മന്ദിറിലേക്ക് എത്തുക. തൊഴിൽ രഹിത സംസ്ഥാനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേരളത്തിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്താനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. കേരളത്തിൻ്റെ ഈ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനെ തടസ്സപ്പെടുത്താൻ അവർ കണ്ടുപിടിച്ച മാർഗം സാമ്പത്തിക രംഗത്ത് ഒരു സ്തംഭനാവസ്ഥ സൃഷ്ടിച്ച് സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തി പല ന്യായങ്ങളും പറഞ്ഞ് സാമ്പത്തിക സഹായം തരാതെ കേരളത്തിൻ്റെ വികസനത്തെ ആകെ മുരടിപ്പിച്ചാൽ, പിന്നോട്ടടിപ്പിച്ചാൽ, പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ജനപിന്തുണ കുറയുമെന്നുള്ളതാണ് അവർ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് BJP അവരോടൊപ്പം ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വെച്ചു പുലർത്തി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് എല്ലാം കൂടി ചേർന്നുകൊണ്ട് കേരള വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാടിനെതിരായിട്ടുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ 8-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന സമരം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ടുള്ള സമരത്തിനാണ് കേരളം നേതൃത്വം നൽകുന്നത്. കേരളത്തിന് പൂർണ്ണ പിന്തുണയറിയിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്തെത്തി. DMK പ്രതിഷേധത്തിൽ പങ്കെടുക്കും. കപിൽ സിബൽ, NCP നേതാവ് ശരത് പവാർ, കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ തുടങ്ങി പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ സമരത്തിൽ അണിചേരും. കൈരളി ന്യൂസ്, ദില്ലി.